ഞാൻ പറഞ്ഞോടത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു സ്ലീപ്പർ കാറൊക്കെ ആക്കാൻ പറ്റിയ സാധനമാണിത്. ഞാൻ അതിനെ പറ്റി പറയില്ല, സുസുക്കിയുടെ ഏത് മോഡലാണ്. വീണ്ടും വീണ്ടും എന്റെ കണ്ണ് ബാക്കിലേക്കാണ് പോണത്. ഭയങ്കര വണ്ടിയാണ്. വണ്ടിയുടേതായിട്ടുള്ള വണ്ടിയുടെ കാര്യങ്ങൾ വണ്ടിക്ക് ഉണ്ട്. Hello beautiful people, welcome to a brand new video of the Pathmaker. So today's video is all about Honda Brio. അപ്പോ ഇത് എന്ന് പറയുന്നത് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള അനിരുദ്ധൻ തൃക്കങ്കോടിന്റെ വണ്ടിയാണ്. നമുക്ക് ചിലപ്പോൾ ആളെ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മള് ഒന്നിച്ച് പഠിച്ചതാണ് DLED. അപ്പോ നമുക്ക് പേഴ്സണലി പരിചയമുള്ള ഒരു വണ്ടിയും കൂടിയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ഞാൻ കുറെ കാലത്തിന് ശേഷം എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് രണ്ട് വീഡിയോസ് ഇപ്പൊ കമാൻഡർ കിട്ടിയും കൊണ്ട് അതിന്റെ രണ്ട് വീഡിയോസ് MITയുടെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും വീണ്ടും ഓട്ടോമോട്ടീവ് ആയിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിലേക്ക് ചാനൽ മാറിയതിനു ശേഷം ഓട്ടോമോട്ടീവ് എന്നുള്ള ലെവലിൽ കിട്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ ഈ ഒരു വണ്ടിയിൽ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇത് സെയിലിനും കൂടിയാണ്. അപ്പൊ ആളിപ്പോ അവര് ഫാമിലി ആയിട്ട് വേറൊരു വണ്ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 7 സീറ്റർ. അപ്പൊ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അതും നമ്മുടെ ചാനലിൽ കാണിക്കാൻ അല്ലേ, തരില്ലടാ, തരുന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഹോണ്ട ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചാണ് ഇപ്പൊ ഹോണ്ട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദറ്റ് മീൻസ് ഇനി ഇങ്ങനത്തെ ഒരു ഹാച്ച് ഹോണ്ട ഇറക്കില്ല ഒരിക്കലും. സോ ഹോണ്ടയുടെ കയ്യിൽ നിന്നൊക്കെ ഉള്ള ഒരു നല്ലൊരു ഹാച്ച് ആയിട്ട് ഇതിനെ കാണാൻ പറ്റും. അപ്പോ ഈ സെക്കൻഡ് ഓപ്ഷൻസിൽ ഇങ്ങനത്തെ വണ്ടികൾ മേടിക്കുക എന്നുള്ളതാണ് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഉള്ള ഇതിന് തരുന്ന പവറൊന്നും ഇപ്പോഴത്തെ വണ്ടികൾക്കും ഉണ്ടാവാൻ ചാൻസ് കമ്മിയാണ്, ഈ ഒരു ഹാച്ചിൽ കിട്ടൂല. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. സോ ഇത് വന്നിട്ടുള്ളത് ഒരു 1.2 ലിറ്റർ IVTEC എഞ്ചിനാണ്. അപ്പോ അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അമേസിൽ സെയിം എഞ്ചിനാണ് വരുന്നത് വെച്ചെങ്കിലും അതിന് കുറച്ച് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് പെർഫോമൻസ് ഇതിന് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഇതിന് വെയിറ്റ് കുറവാണ്, മാക്സിമം ഒതുക്കി ചെയ്യിപ്പിച്ചിട്ടുള്ള വണ്ടിയാണ്. ഞാൻ പറഞ്ഞോടത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു സ്ലീപ്പർ കാറൊക്കെ ആക്കാൻ പറ്റിയ സാധനമാണിത് ആക്ച്വലി. ഇപ്പോ നല്ല ഒരു നമ്മളെന്തായാലും ഫ്രഷ് വണ്ടി മേടിച്ചിട്ട് ചെയ്യില്ല, നമുക്ക് മൈൻഡ് വർക്ക്ഔട്ട് ചെയ്യുക സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോഴാണ്. സോ ദർ കം സംതിങ്. സോ അങ്ങനത്തെ ഒരു വണ്ടിയാണിത്. അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് സിറ്റി ഡ്രൈവ് കാറാണ്. ഞാനിതില് മിസ്റ്റർ തൃക്കങ്കോടിന്റെ എക്സ്പീരിയൻസ് ഞാനിതിൽ ഓൾറെഡി ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഈ വീഡിയോന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ബാക്കിലായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്യാതെ. സോ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ട് ഹോണ്ട ബ്രിയോ. അതായത് നല്ല ഒരു മിഡ് സൈസ് ആയിട്ട്, ഐ മീൻ ഒരു ഹാച്ചില് നല്ല രീതിക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടു നിർത്താൻ പറ്റിയ, എന്നാൽ അധികം പൈസ ചെലവില്ലാണ്ട കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന. പക്ഷെ അതിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ബൂട്ട് സ്പേസ് മാത്രമാണ്. അതർ ദാൻ ദാറ്റ് എല്ലാം ഒരു പക്കയായിട്ട് ഉള്ളിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉള്ള ഒക്കെ നീണ്ടു നിവർന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഹോണ്ട ബ്രിയോ. സോ ഇന്ത്യൻ മാർക്കറ്റ് എന്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ ആക്കിയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് അച്ഛയൊക്കെ പറയേണ്ടായിട്ടുണ്ട്, ഇതിന്റെ എന്തായാലും അതിന്റെ ബൂട്ട് ഇങ്ങനെ കൊണ്ടു വെച്ചിറക്കണത് അങ്ങനെയൊക്കെ പറയേണ്ടായിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് മിസ്കൺസെപ്ഷൻ കാരണമാണോ എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ഹോണ്ട ബ്രിയോ പ്രത്യേകിച്ച് കേരളത്തിൽ ഇറങ്ങിയത് വളരെ കമ്മിയാണ്. പിന്നെ ഈ നോർത്തേൺ സൈഡിലൊക്കെ ഞാൻ ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ കുറച്ച് കമ്മി തന്നെയാണ് ഹോണ്ട ബ്രിയോ. സോ എന്താ പറയാ, സോ അങ്ങനത്തെ ഒരു നിങ്ങൾ കയ്യിൽ വെക്കുമ്പോൾ അതൊരു ഡിഫറെന്റ് പീസ് ആയിട്ട് എപ്പോഴും നിൽക്കുകയും ചെയ്യും. അപ്പൊ ഞാനൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആരുടെ ഇല്ലാത്ത വണ്ടികൾ മേടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പാർട്സ് സോഴ്സ് ചെയ്യാനും ഇതൊക്കെ. ഇതിനല്ല, പൊതുവേ നമ്മൾ കുറച്ച് ഡിഫറെന്റ് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞു. പക്ഷെങ്കിൽ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. ആൾക്കാർ വന്നിട്ട് എടാ അതിന്റെ എവിടുന്ന് കിട്ടുക, അങ്ങനെ കിട്ടുക, ഏതാ വണ്ടി, അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. ഇതിൽ വരുന്നത് ഒരു 4 സിലിണ്ടർ IVTEC എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മിഡ് സൈസ് കാറിൽ ഇത്രയും നല്ലൊരു എഞ്ചിൻ വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ പെർഫോമൻസ് എന്തായാലും നമുക്ക് കിട്ടുന്നുള്ള ഗ്യാരണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റാ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഒരു സൗണ്ട് എന്താണ്. അത്രയും സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, കഴിഞ്ഞു. ഇനി ക്യാബിനിൽ ഇരിക്കുമ്പോൾ തീരെയും സൗണ്ട് ഉണ്ടാവില്ല. സോ അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. സോ എനിക്ക് തോന്നുന്നത് സിറ്റിക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ് സെക്കൻഡ് മാർക്കറ്റിൽ ഈ ഒരു വണ്ടി എന്ന് പറയുക. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. അപ്പൊ ഇതെല്ലാം കമ്പനി സീറ്റ് കവേഴ്സ്. ഇത് സീറ്റ് കവേഴ്സ് മാത്രമാണ് ഈ വണ്ടിയിൽ സ്റ്റോക്ക് അല്ലാണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഈ വണ്ടിയിൽ സ്റ്റോക്കായിട്ട് ചെയ്തിട്ടാണ്. പിന്നെ ബേസിന്റെ സെക്കൻഡ് വേരിയന്റ് ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരില്ല, അത് കമ്പനിയിൽ തന്നെ എക്സ്ട്രാ ചെയ്യിപ്പിച്ചതാണ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബേസ് സെക്കൻഡ് വേരിയന്റ് വരുന്നത് ഒരു സംഭവം.
പിന്നെ ഡ്രൈവേഴ്സിന് ഇരിക്കുകയാണെങ്കിൽ തന്നെ ഡ്രൈവേഴ്സിനും അതെ കോ പാസഞ്ചറിന് ഇരിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഇത്രയും ബാക്കിലേക്ക് നീക്കാം. സോ നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് അതിന്റെ സീറ്റിങ്ങും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു കുട്ടി സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് എടുത്ത് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഫ്രണ്ടിലേക്കും കിട്ടുന്നുണ്ട് ഈ ഒരു പോർഷൻ. ഇതാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. തൈ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഓക്കെ തൈ സപ്പോർട്ടാണ്. അത്രമാത്രം വലിയ തൈ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും പക്ഷെ അത് നല്ല കംഫർട്ടബിൾ ആണ്. ആ തൈ സപ്പോർട്ടിന് നമുക്ക് അത്യാവശ്യം കംഫർട്ടും കാര്യങ്ങളും ഉണ്ട്. ബാക്കിലെ വെച്ച് നോക്കുകയാണെങ്കിൽ പക്ക 90 ഡിഗ്രി വരില്ല, എന്നാലും ഏകദേശം ഒന്ന് വന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇതുള്ളത്. അതേപോലെ ഫ്രണ്ടിൽ പവർ വിൻഡോസ് ഉണ്ട്, ബാക്കിൽ നമ്മൾ തിരിച്ച് കയറ്റിയാണ് വേണ്ടത്. അതുപോലെ തന്നെ ബാക്കിൽ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇപ്പൊ ഞാൻ അത്രയും ബാക്കിലേക്ക് നീട്ടിയിട്ടാണ് ഇപ്പൊ വണ്ടി സീറ്റ് ഇട്ടിട്ടുള്ളത്. എങ്കിലും രണ്ടാൾക്ക് സുഖമായിട്ട് പോവാം. മൂന്നാമത്തെ ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ അവൻ കുറച്ച് മെലിഞ്ഞ ആളായിരിക്കണം എന്റെ പോലെ. അപ്പോ ഇതാണ് ബാക്കിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഒരു 4 ആൾക്കാരൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ട് പോവാം. 5 ആൾക്കാരാകുമ്പോൾ ഒരു കുട്ടിയാണ് ബാക്കിലേക്ക് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോകാൻ പറ്റിയ വണ്ടി തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ എന്താ പറയണ്ടേ ഒരു കോൺട്രവേഴ്സി ടോപ്പിക് ആയിട്ടുള്ള നമ്മുടെ ബൂട്ടിലേക്ക് വരാം. ഇവിടെയാണ് ഇതിന്റെ കീ വരുന്നത്. കീ ഇടുന്നത് ഇതില് നമുക്ക് ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ബാഗ് വെക്കാം. സൈഡില് ഒരു എന്താ പറയാ ഒരു ക്ലോത്ത് ബാഗിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവിടെ വെക്കാം. അതാണ് ഇതിന്റെ ബാക്കിൽ വരുന്നത്. ഈ ഒരു സംഭവം കൊണ്ട് ഇത്രയും കുറവ് ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു ഡിസൈൻ അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഗ്ലാസിന്റെ കേസ്. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടുന്ന സാധനമല്ല, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിന്റെ തറ്റത്തൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുന്ന് ആക്കി കഴിഞ്ഞാൽ ഒക്കെ ഇതാക്കും. അതേമാതിരി നമ്മൾ ഈ ബാഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എത്തിച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ ചെറിയ ഇതുകൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ടെമ്പേർഡ് ഗ്ലാസ് ആണ്, ഇത്ര കാലമായിട്ട് പൊട്ടിയില്ലല്ലോ. അപ്പൊ മനസ്സിലാക്കാലോ. അത് നമ്മൾ അതേപോലെ ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ അങ്ങനൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇതൊരു ഈ വണ്ടിക്ക് ഡിഫറൻസ് കൊണ്ടുവരുന്ന ഈ സംഭവം തന്നെയാണ്. അതൊരു ഡിസൈൻ എലമെന്റും കൂടിയാണ്. എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ പൊട്ടില്ലേ പെട്ടെന്ന് ഗ്ലാസ് ആകുമ്പോന്നൊക്കെ. പക്ഷെ അത് അങ്ങനത്തെ നോർമൽ ഗ്ലാസ് അല്ല വരുന്നത്. ഇതിന്റെ ലോഗോ അടക്കം അതിന്റെ ബ്രാൻഡ് നെയിം അടക്കം വണ്ടിയുടെ പേരടക്കം എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെയാണ് വരുന്നത്. സോ ഇതൊരു 2013 രജിസ്റ്റേർഡ് 2012 മാനുഫാക്ചേർഡ് വണ്ടിയാണ്. സോ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ ഇത്രയും കാലം യൂസ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് ഹോണ്ട ബ്രിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് വരുമ്പോൾ ഞാൻ ഓണേഴ്സിനോട് ചോദിച്ച ഒരു അടിസ്ഥാനത്തിൽ അത്രയും വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹോണ്ടയുടെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ റിലയബിൾ വണ്ടികളാണ്. ഇതിപ്പോ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പണി വന്നു അത് നേരെ കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് ആ പണി വന്നുകൊണ്ട് പിന്നെ അപ്പുറത്തെ പണി അങ്ങനത്തെ കേസുകൾ ഹോണ്ടയുടെ വണ്ടികൾക്ക് പൊതുവെ വരാറില്ല. അതേപോലെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. സോ എനിക്ക് തോന്നുന്ന ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഇത് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 15 ഒക്കെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഈ കമ്പനി പറഞ്ഞ രീതിയിൽ അവൻ നേരത്തെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും തോന്നെ മൈലേജ് ഒന്നും എന്തായാലും കിട്ടില്ല. പിന്നെ ആലോചിക്കുക, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. 86.3 HP പവറും 109 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഇതിന് ഈ ഒരു എഞ്ചിന് വന്നിട്ടുള്ളത്. സോ അങ്ങനത്തെ ഒരു രീതിക്കുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ എനിക്ക് പറയാനുള്ളത് ഹോണ്ടയിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിട്ട് നോക്കണേക്കാട്ടിയും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു മെക്കാനിക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ടൂൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നെക്സ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും ബ്രിയോ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു വണ്ടീനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ബാക്കിലത്തെ ഒരു ലുക്ക് തന്നെയാണ്. കണ്ടോ? സോ ബൂട്ടി ലുക്സ് മേക്സ് എ ഡിഫറൻസ്. സോ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ അമേസ് ആണെങ്കിലും ബാക്കിൽ നിന്ന് കാണുമ്പോ ഇത് ഒരു ഡിഫറെന്റ് പീസ് ആയിട്ട് അങ്ങനെ നിൽക്കുക തന്നെ ചെയ്യും. സോ സെയിം ഹാച്ചസ് ഇപ്പൊ ഡൈ ചെയ്തോണ്ടിരിക്കുക, നിങ്ങൾ അറിയാൻ തന്നെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ സുസുക്കി മാത്രമേ ഹാച്ച് ശരിക്കും പറഞ്ഞാൽ ഇറക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പയ്യെ ഹാച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, കുറച്ചും കൂടി ആൾക്കാരെ കോൺസെപ്റ്റ് മാറിക്കൊണ്ടാണ്. നമ്മളെ വേറൊരു ഗ്രൗണ്ടിലേക്ക് വന്നു. അവിടുന്ന് നമ്മള് ചെറുതായിട്ട് ആട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് വേറൊരു ഗ്രൗണ്ടിലേക്ക് വന്നു. മിഷ ഗ്രൗണ്ടില് വണ്ടിയോട് അലൗഡ് അല്ല കേട്ടോ പഠിക്കാനും. അവിടെ ആര്യങ്കാവ് മിഷ ഗ്രൗണ്ടില്. സോ അതും ശ്രദ്ധിച്ചോളൂ. ഞങ്ങളെ ആട്ടിയ പോലെ നിങ്ങളെ ആട്ടണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോ എന്താ പറയാ, അങ്ങനെയാണ് നമ്മുടെ ആൾക്കാരെ ഒരു കോൺസെപ്റ്റ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാച്ച് എടുക്കുന്ന ആൾക്കാർ വളരെ കമ്മിയാണ്. ഹാച്ചിന്റെ സെയിൽസ് വളരെ കമ്മിയായിക്കൊണ്ടിരിക്കുകയാണ്. ആകെ സെയിൽ ആവുന്നത്
സുസുക്കിയുടെ 2 മോഡൽസ് ആണ്. ഞാൻ അവരെ പറ്റി പറയില്ല, സുസുക്കിയുടെ ഏത് മോഡലാണ്, നിങ്ങൾ അതന്നെ പോയി. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലുക്ക് തന്നെയാണ് ഇതിന്റെ വ്യത്യസ്തമാക്കുന്നത്. വീണ്ടും വീണ്ടും എന്റെ കണ്ണ് ബാക്കിലേക്കാണ് പോണത്. സോ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇത് കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത് വെച്ചാൽ, എന്റെ മൈൻഡിൽ ഒരു കോൺസെപ്റ്റ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതായത് ഒരു മോഡ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ്. സോ എന്റെ അടുത്ത് തരാൻ ഞാൻ വർക്ക് ചെയ്ത് തരാണ്. ഓക്കെ, സോ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ. സോ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, അത്യാവശ്യം നിങ്ങൾ പണിയൊക്കെ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു ഫാമിലിയാണ്, വലിയ ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് വണ്ടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ ഹോണ്ടയുടെ ഈ ഒരു ബ്രിയോ എന്ന് പറയുന്നത്. പിന്നെ ചില പാർട്സിനൊക്കെ ചിലപ്പോൾ കുറച്ച് കോസ്റ്റ് ഒക്കെ വന്നേക്കാം, അതും ഷോറൂമിൽ കാണിക്കുകയാണെങ്കിൽ. പക്ഷെ അങ്ങനത്തെ മേജർ പ്രശ്നങ്ങളൊന്നും വരാറില്ല പൊതുവെ. പിന്നൊക്കെ നമ്മുടെ യൂസ് മാതിരി ഇരിക്കും. ഇപ്പൊ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ഒക്കെയാണ് വരുന്നത്, അതായത് ഈ കൈ കൊണ്ട് മാത്രം ഓടിക്കുകയല്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാണ്ട് നല്ല ശ്രദ്ധിച്ചിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാണ്ട് നമുക്ക് കുറെ കാലത്തേക്ക് കൊണ്ടു നടക്കാൻ നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയായിരിക്കും ഹോണ്ട ബ്രിയോ. അപ്പൊ ഇതാണ് മിസ്റ്റർ അനിരുദ്ധൻ തൃക്കങ്ങോട്. ഹലോ, നമസ്കാരം. യോഗ ഫൗണ്ടേഷന്റെ ഓണറും. ഏത് യോഗ ഫൗണ്ടേഷൻ ആണോ? അപ്പൊ അതിന്റെ കഥയൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. അവര് വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോ എങ്ങനെയാണ്, എന്താണ് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ഹോണ്ട ബ്രിയോ, എങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇത് 2012 മോഡൽ മാനുഫാക്ചർ ചെയ്ത ഹോണ്ട. അതൊക്കെ ഞാൻ പറയും, അതൊക്കെ എന്റെ ജോലി. നീ പറയേണ്ടത് നിനക്ക് എന്തായിരുന്നു തോന്നിയത്, അത്ര മതി. അങ്ങനെ ഇപ്പൊ ഏകദേശം ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ടൊരു 5-6 കൊല്ലമായിട്ടുണ്ട്. എന്റെ ഓടിച്ച എക്സ്പീരിയൻസ്, വണ്ടി വളരെ സ്മൂത്ത് ആണ്. പിന്നെ അധികം ഓട്ടം ഉണ്ടായിട്ടില്ല, വളരെ കുറച്ചേ ഓടിയിട്ടുള്ളൂ വണ്ടി. 47,000 കിലോമീറ്റർ ആണ് കഷ്ടി ഓടിയിട്ടുള്ളൂ. അതില് ഏറ്റവും നല്ല ഇതില് ഓടിക്കാൻ പറ്റുന്നത് മിഡ് എൻഡും അതുപോലെ തന്നെ ടോപ്പ് എൻഡും ആണ്. മെയിൻ ആയിട്ട് മിഡ് എൻഡ് ആണ്. ഒരു 60 ശേഷമാണ് വണ്ടി ശരിക്കും അതിന്റെ ആ ഒരു പവർ കാണിക്കുക. ഓക്കെ, ലോ എൻഡ് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഓടിക്കാൻ പറ്റില്ല എന്നല്ല, സ്മൂത്ത് ആണ്. പക്ഷെ നമുക്ക് ഒരു ഫൺ റൈഡായിട്ട് തോന്നുന്ന ഒരു മിഡ് എൻഡ് ആണ് ശരിക്കും എപ്പോഴും. അതാണ് അതിന്റെ പവർ. കുണ്ടും കുഴിയും മുമ്പൊന്ന് ശ്രദ്ധിച്ചെടുക്കണം. ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മുടെ ഇപ്പത്തെ വണ്ടികളുടെ അത്ര ഉണ്ടാവില്ല. ഇപ്പത്തെ വണ്ടികൾ പൊതുവെ ക്രോസ് ഓവേഴ്സ് ആണ്. ഹച്ചുകൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് അധികം ഒരു മിനിമം ആയിരിക്കും. പിന്നെ ഒരു സിറ്റി കാറാണിത്. നമുക്ക് ഈസി ആയിട്ട് മെനൂവർ ചെയ്ത് കൊണ്ടു നടക്കാനും പെട്ടെന്നുള്ള ചെറിയ ചെറിയ ഡ്രൈവുകൾക്ക് കൊണ്ടുപോകാനും പിന്നെ ചെറിയ സിറ്റി റൈഡുകൾക്കൊക്കെ പോകാനുള്ള നല്ലൊരു വണ്ടിയാണ്. പിന്നെ എന്താണ് ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി, എന്തൊക്കെയാണ് ഫ്യൂൽ എഫിഷ്യൻസി? കമ്പനി പറയുന്നത് 18-19 കിട്ടുന്നതാണ്. പക്ഷെ 18-19 കിട്ടില്ല. നമ്മളൊരു ടൗൺ ഏരിയ അങ്ങനത്തെ ഏരിയാസ് ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു 14-15 മാക്സിമം കിട്ടും. അതല്ലാതെ നമ്മള് സിറ്റി അല്ല ഹൈവേസിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു 17-18 വരെ മാക്സിമം. നമ്മുടെ NH-കളിലൊക്കെ വെച്ചാൽ 18 കിട്ടും. സാധാ ഹൈവേയിലൊക്കെ വെച്ചാൽ ഒരു 17 കണ്ടുള്ളത്. ഓക്കെ. So, Mr. Pathmaker. Yes. Let me do the vlog for a second. Okay. നീ എന്നോട് ചോദിച്ചു, നീ തന്നെ പറഞ്ഞ അതില് ഞാൻ കുറച്ചേരം വീഡിയോ അല്ല ക്യാമറമാൻ അല്ല. അതന്നെ, ഞാൻ കുറച്ചേരം വ്ളോഗറാണ് ഇപ്പൊ. ചോദിക്കേ, എന്ത് വേണം? ഈ 2 മീറ്റർ ഓടിച്ചതിൽ എന്താണ് താങ്കളുടെ? 2 മീറ്റർ ഓടിച്ചാലു വണ്ടി പറഞ്ഞ ഭയങ്കര വണ്ടിയാണ്. വണ്ടിയുടേതായിട്ടുള്ള വണ്ടിയുടെ കാര്യങ്ങൾ വണ്ടിക്ക് ഉണ്ട്. അതെ അല്ലേ? പിന്നെ സാധാരണ ഇപ്പൊ ഒരു വണ്ടി ഉണ്ടല്ലോ, വണ്ടിയുടെ ആയിട്ട് അത് വണ്ടിയിലും ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചെടുക്കേണ്ട ആവശ്യം തന്നെ ഉള്ളൂ. പക്ഷെ എനിക്ക് പൊതുവെ ഈ ഒരു എന്താ പറയാ ബ്രിയോ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് എനിക്ക് ഈ ബ്രിയോ എപ്പോഴും കാണുമ്പോ തോന്നാറ് എന്താന്ന് വെച്ചാല്, പൊതുവെ ബ്രിയോ കമ്മിയാണ് കാണുമ്പോ എന്താ തോന്നാറ് വെച്ചാല്, നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു ഐഡിയ പെട്ടെന്ന് ഇത് കാണുമ്പോ വരും. അതേപോലെ തന്നെ സസ്പെൻഷൻ ആകുമ്പോ കുറച്ചൊരു സ്റ്റിഫർ സൈഡാണ്. കാരണം എന്താ വെച്ചാല് വണ്ടി അത്രയും തോന്നെ വെയിറ്റ് കുറച്ചുണ്ടാക്കിയും കൊണ്ട് തന്നെ സ്റ്റെബിലിറ്റീനെ ബാധിക്കണ്ടെന്ന് വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫർ ആക്കിയിട്ടുള്ളത്. പക്ഷെ എങ്കിലും എന്താ പറയാ ഭയങ്കര ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഡ്രൈവ്, അതേപോലെ തന്നെ ഭയങ്കര കംഫർട്ടും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഇതില് കിട്ടുന്നുണ്ട് കേട്ടോ. ഹോണ്ട പൊതുവെ ഡ്രൈവിംഗ് കംഫർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇതിലായാലും അതെ, മോട്ടോർ സൈക്കിൾസിലായാലും അതെ, 4 വീലേഴ്സിലായാലും അതെ, നമുക്കത് നല്ല മനസ്സിലാവുന്ന ഒരു കേസ് തന്നെ. സോ നമ്മൾ ഏകദേശം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ
അപ്പോൾ ഓക്കെ ബൈ.